നമ്മൾ ഡാറ്റ എന്താണെന്നും ഡാറ്റാബേസ് എന്താണെന്നും പിന്നെ DBMSും പിന്നെ SQL ഇൻട്രൊഡക്ഷനാണ് നോക്കുന്നത്. അതായത് ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ എന്നീ കമ്പനികളൊക്കെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റയാണ് ഡെയിലി മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ട്രഡീഷണൽ വേ ഓഫ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ടുള്ള റിലേഷണൽ DBMS അത് അവർക്ക് എഫക്റ്റീവ് അല്ല. അപ്പോൾ അവരാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള NoSQL ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ NoSQLിലുള്ള 5 ഡിഫറെൻറ്റ് കമാൻഡ്സുകളാണ് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഡാറ്റയും ഡാറ്റാബേസും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കാൻ പോകുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു യൂണിറ്റ് ഓഫ് ഇൻഫർമേഷനാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റ് ആവാം, നമ്പർ ആവാം, മീഡിയ ഫയൽ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഡാറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കളക്ഷൻ ഓഫ് ഡാറ്റയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസിൽ ഒരു 23 നമ്പർ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് 23 നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പേര് പിന്നെ 23 നമ്പർ ആണെങ്കിൽ നമ്മളത് കണക്ട് ചെയ്തിട്ട് പറയുന്നത് വയസ്സാന്ന് പറയുന്നു. ഒരു 50,000 എന്ന് പറയുന്നത് അത് കണക്ട് ചെയ്തിട്ട് നമ്മളതിന് അയാളുടെ സാലറി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നു. അപ്പോൾ ഡാറ്റാബേസ് നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ഇൻ്റർഫേസും കൂടിയാണ്. അപ്പോൾ അതിൽ ടേബിളുകൾ ഉണ്ടാവും. ആ ടേബിളുകൾ റോ, കോളം ഇതിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഡാറ്റ ഇത് ഇൻ്റർഫേസിൽ നമുക്ക് വിസിബിളായിട്ട് വരുന്നത്. നമ്മൾ ഈ സെക്ഷനിൽ DBMS എന്താണെന്ന് കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് DBMS ഒരു ഇൻ്റർഫേസ് ആണെന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെയുള്ള ഇൻ്റർഫേസിന് ഉദാഹരണമാണ് MSQLും ഒറാക്കിളൊക്കെ. ഇപ്പോൾ നമുക്കൊരു സെമസ്റ്ററിൽ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു കോഴ്സിൽ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്കത് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ പുതിയ മാർക്ക് ലിസ്റ്റ് ആഡ് ചെയ്യണം, കുറച്ച് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ DBMS അല്ലെങ്കിൽ ഇത്തരം സൂചിപ്പിച്ച സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പീസ് ഓഫ് ഇൻഫർമേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ, അതിൻ്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാനുള്ള യൂസേഴ്സിൻ്റെ റൈറ്റ്സ്, ഇതൊക്കെ ഈ DBMSൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ഈ DBMSൽ നമ്മൾ ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി, ഇതൊക്കെയാണ് ആസിഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ DBMS ഉണ്ടല്ലോ, ക്ലൗഡ് ബേസ്ഡ് ഉണ്ട്, ഒബ്ജക്റ്റ് ബേസ്ഡ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷണൽ DBMS ആണ്. റിലേഷണൽ DBMS എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷണൽ മീൻസ് വെച്ചാൽ ടേബിൾ ബേസ്ഡ് ആണ്. ടേബിൾ ബേസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ, കോളം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആട്രിബ്യൂട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഈ റോ എന്ന റെക്കോർഡായിരിക്കും, ടോപ്പിളായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ DBMSൽ നമുക്കിതിൽ ടേബിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളതുപോലെ തന്നെ റെക്കോർഡ് ഉണ്ട്, ടോപ്പിൽ ഫീൽഡ്, കോളം ഉണ്ടായിരിക്കും, അത് ആട്രിബ്യൂട്ടാണ്. പിന്നെ സ്കീമ എന്ന് പറയുന്നത് ഇതിലുള്ള ഒബ്ജക്റ്റുകളുടെയൊക്കെ ഒരു കളക്ഷനെയാണ് സ്കീമ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ, സൂപ്പർ കീ, അങ്ങനെയുള്ള കീകൾ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സ്ലൈഡുകൾ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഉദാഹരണം നോക്കാം. ഇതിലൊരുപാട് റോയും കോളംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ടോപ്പിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് റെക്കോർഡാണ്. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ സെക്ഷനിൽ SQL എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് പഠിക്കുന്നത്. SQL എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മാനിപ്പുലേഷൻ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷനാണ്. കാര്യങ്ങൾ സോർട്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ്. അതൊരു എന്താ പറയുക, ഒരു സിമ്പിൾ ഇംഗ്ലീഷ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. ഇത് തന്നെയാണ് ഏറ്റവും പോപ്പുലറായിട്ടും സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത്. കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറാക്കിൾ, MySQL, സൈബേസ്, ഇൻഫോമിക്സ്, SQL സെർവേഴ്സ്, ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ഈ SQL തന്നെയാണ്. പിന്നെ ഇതിൽ SQL നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാറ്റ മാനിപ്പുലേഷന് വളരെ ഈസി ആയിട്ട് ബൾക്കായിട്ടുള്ള ഡാറ്റയും അല്ലാതെയുള്ള ഡാറ്റകളൊക്കെ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും SQL. അപ്പോൾ SQL നമ്മൾ 5 ഡിഫറെൻറ്റ് SQL കമാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് DDL, DQL, DML, DCL, TCL എന്നുള്ളതാണ് ഈ ഓരോ കമാൻഡുകൾ. DDL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയും. ഈ വിഭാഗത്തിലെ ഡാറ്റാബേസിൻ്റെ ഘടകങ്ങൾ നിർവചിക്കാനും കൈകാര്യം ചെയ്യാനാണ് ഈ DDL കമാൻഡുകൾ ഉപയോഗിക്കുന്നത്. DQL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ക്വറി ലാംഗ്വേജ്. അതായത് നമുക്കൊരു ഡാറ്റാബേസിൻ്റെ ഒരു പ്രത്യേക വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡാറ്റാബേസ് ക്വറി ലാംഗ്വേജ്. DML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇത് ഡാറ്റാബേസ് കൈകാര്യം ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതായത് റെക്കോർഡുകൾ കൂട്ടിച്ചേർക്കുക, അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ
ഡാറ്റാബേസിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റയിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അത് അനുമതി കൊടുക്കുക എന്ന് പറയും, ഓരോ യൂസേഴ്സിന് വേണ്ട അനുമതി കൊടുക്കുക എന്ന് പറയും. പിന്നെ ടി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷണൽ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയും. അത് ഈ ഡാറ്റാബേസിലേക്കുള്ള ഇടപാടുകൾ കൈകാര്യം ചെയ്യാനാണ് ഈ വിഭാഗം ഉപയോഗിക്കുന്നത്. നമ്മളിതിൽ ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോകുന്നത്. ഫസ്റ്റ് തന്നെ DDL ആണ്, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ ക്രിയേറ്റ്, ഡ്രോപ്പ്, ആൾട്ടർ, ട്രോൺകേറ്റ് ഇങ്ങനെയുള്ള കമാൻഡുകളാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ക്രിയേറ്റ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിളുകൾ, ഡാറ്റാബേസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡ്രോപ്പ് എന്ന് പറയുന്നത് കമാൻഡ് ടേബിൾ ഡിലീഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൾട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിൾ മോഡിഫൈ ചെയ്യാനാണ്, അതേപോലെ ടേബിളിൻ്റെ സ്ട്രക്ചർ. ട്രോൺകേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഡാറ്റ മാനിപ്പുലേഷനിലോട്ട് പോകാം. DML എന്ന് പറയും. അപ്പോൾ ഇതിലുള്ള കമാൻഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഡാറ്റാബേസ് മോഡിഫൈ ചെയ്യാനൊക്കെ, പിന്നെ ആഡ് ന്യൂ റെക്കോർഡ്സ്, പിന്നെ എക്സിസ്റ്റിംഗ് റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അതേപോലെ ഓരോ പർട്ടിക്കുലർ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് DCL കമാൻഡാണ്, അതായത് ഡാറ്റാബേസ് കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയും. അത് ഓരോ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുക, റിവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. TC എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയും. കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിൻറ്റ് ഇതൊക്കെയാണ് ഇതിൽ SQL TCL കമാൻഡ്സിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. താങ്ക് യു.